നമസ്കാരം. അത് ശരി. അപ്പൊ ആദ്യമായിട്ടല്ല അർദ്ധരാത്രി തലയിൽ മുണ്ടിട്ട് അടച്ച മുറിയിലുള്ള ആ പിണറായിസം തീർക്കൽ. അൻവർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അങ്ങ് പാലക്കാട് വെച്ചും ഇതുപോലെ തന്നെ വ്യാജൻ പിണറായിസം തീർക്കാൻ വന്നിട്ടുണ്ടത്ര. അതായത് ഈ പിണറായിസം തീർക്കൽ ഒരു വീക്ക്നെസ് ആണെന്ന് മനസ്സിലായി. വളരെ സൗഹൃദപരമായി സംസാരിച്ചു പോവുക. അദ്ദേഹത്തിന് എന്നോട് വേറൊരു ബന്ധമുണ്ട്. അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ്. ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാ. ഞാൻ ഇന്ന് വരെ ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അൻവറിനോടൊന്നും പറയാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത്. 4 ദിവസം മുമ്പ് കെ സുധാകരൻ മഞ്ചേരിയിൽ വന്ന് എന്നെ കണ്ടു. ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? കെ സുധാകരനല്ലേ നിങ്ങളോട് വെളിപ്പെടുത്തിയത്? എന്തിനാണ് അർദ്ധരാത്രി പോയെന്ന് ചോദിച്ചപ്പോ വ്യാജം പറയാണ് ഞാൻ OLX ഇടാൻ പോയെന്ന്. വല്ലാത്ത OLX പോയുള്ള പിണറായിസം തീർക്കൽ തന്നെ കേട്ടോ. യൂത്ത് വ്യാജന്റെ ഓരോരോ കള്ളങ്ങൾ പുറത്തു വരുന്ന വഴി നോക്കണേ. നേരത്തെ പാലക്കാട് ജയിക്കാൻ വേണ്ടി അവിടെ പുതിയ മുന്നണി പ്രഖ്യാപിച്ചു. അമ്പൂക്ക അവിടെ ഒരു കാൻഡിഡേറ്റിനെയും പ്രഖ്യാപിച്ചതാണ്. എന്തുകൊണ്ട് പിൻവലിച്ചു നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് ഇതുപോലെ രാത്രി OLX ഇടാൻ വേണ്ടി കുറച്ച് കൊട്ടൻ ചുക്കാതി എണ്ണയൊക്കെ ആയിട്ട് പോയിട്ട് അമ്പൂക്ക നിങ്ങളെ ഏത് കാലിനാണത്തെ കഴപ്പുള്ളത് ഇങ്ങോട്ട് നീട്ടി വെച്ചാണ് നല്ലപോലെ എണ്ണ ഇട്ട് അതിനെ ശരിയാക്കി തരാം, ഞാൻ നല്ല തടവുകാരനാണ്, അതുകൊണ്ട് ഞാൻ തടവി റെഡിയാക്കി തരാമെന്നുള്ള ആംഗിളിൽ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഞാനല്ല, അൻവറാണ്. PV അൻവർ പറയുകയാണ് തുടർച്ചയായിട്ട് ഇതുപോലുള്ള തടവലുകൾക്കും OLX ഇടലിനും ഒപ്പം പിണറായിസം തീർക്കാൻ വേണ്ടിയൊക്കെ എന്നെ തേടി വരുമെന്ന്. നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്, യൂത്തന്മാർക്ക് പറ്റിയ വ്യാജം തന്നെ. എന്തായാലും ചില വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോഴാണ് രാഷ്ട്രീയ അന്തർധാര, പുറത്തടിക്കുന്ന ഡയലോഗുകൾ കേട്ട് കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. ഇത് മനസ്സിലായില്ലേ? അടിമുടി കാപട്യമാണെന്നും രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ജനുസുകളാണ്. അതായത് ജയിക്കാൻ എന്ത് വഴിവിട്ട രീതിയും സ്വീകരിക്കും, ലക്ഷ്യമാണ് പ്രധാനം. ആ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു നീതിയും പാടില്ല. ഞങ്ങൾ ചിലപ്പോൾ മാധ്യമങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കും. സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ പോയി അവരുടെ കാല് തിരുമും. SDPI ജമാഅത്ത് ഇസ്ലാമിക്കാരെ കാണാൻ പോകും. ഒന്ന് ആലോചിക്കണേ, എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ഇവർക്കുള്ളതെന്ന്. ഒരാൾ പറയുകയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇമാതിരി വൃത്തികേടുകൾ കാട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഇവർ അടിക്കടി പറയുന്ന വർഗീയതയുമായി സമരസപ്പെടില്ലെന്നൊക്കെ പറയുന്നത്? വെറും വെടിപറച്ചിലാണ്. വെടിപറയാനായിട്ട് നല്ല ശേഷിയുള്ളതാണ്. സതീശൻ കണ്ടിട്ടില്ലേ? RSSന്റെ ശാഖയെ പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ തൊഴുതു വണങ്ങി വിളക്ക് കത്തിച്ചതിനെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എനിക്കത് ഓർമ്മയില്ലത്രേ, ഫോട്ടോ അത് എനിക്ക് അറിയില്ല. അതുപോലെയാണ് സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ പോയി പാലക്കാട് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി അവരുടെ തിണ്ണ നിരങ്ങി. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ശിവരാമൻ എന്ന് പറയുന്ന ഈ അടുത്ത ദിവസം ഇവർ രണ്ടുപേരുടെ അവിടെ എന്തോ വലിയ വാക്പോര് നടത്തുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആ സന്ദർഭത്തിലുള്ള ഒരു ദൃശ്യമുണ്ട്, നോക്കിയേ. ഇതുപോലെ രാത്രിയിലെ അന്തർധാര നടത്തിയതിനു ശേഷം നേരിട്ട് കണ്ടപ്പോ മടി പിടിച്ചിരുത്തി ഉമ്മ കൊടുത്തതിന് ശേഷം നമ്മളെ ചെക്കനല്ലേ എന്ന് പറഞ്ഞ ആ ദൃശ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതാണ് സംഘപരിവാറുമായിട്ടുള്ള ബന്ധം. ചിരിച്ച് സംഘപരിവാറുമായി കെട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇവിടെ ഇപ്പോ എങ്ങനെയും ജയിച്ചെടുക്കണം, അതിനുവേണ്ടി ആരുടെയൊക്കെ കാല് താങ്ങാൻ പോകുന്നുണ്ടെന്ന് നോക്കിയേ. രാത്രിയുടെ മറപറ്റി സതീശൻ ഇറക്കി വിട്ടിരിക്കുകയാണ്. നേരെ സംഘികളുടെ കേന്ദ്രത്തിൽ പോണം, ജമാഅത്ത് ഇസ്ലാമിയുടെ കേന്ദ്രത്തിൽ പോണം, SDPയുടെ കേന്ദ്രത്തിൽ പോണം. അവർക്കെല്ലാവർക്കും കുഴമ്പിട്ട് കാല് തേച്ചു കൊടുക്കണം, അവരുടെ വോട്ടുറപ്പിക്കണം. നാണവും മാനവും ഇല്ല. രാഷ്ട്രീയ വിജയമാണത്രേ. ഡയലോഗടിക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ ആത്മാഭിമാനം എന്നത്, അത് നേരത്തെ സുകുമാരൻ നായർ സതീശനെ കുറിച്ച് പറഞ്ഞതുപോലെ വോട്ടിന് വേണ്ടി അദ്ദേഹം സുകുമാരൻ നായരുടെ കാല് തിരികിയിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ PV അൻവറിന്റെ കാല് തിരുമാൻ പോലും അടിമകൾക്ക് ഒരു മടിയുമില്ല. എങ്ങനെയും നമ്മുടെ ആഗ്രഹം സബലീകരിച്ചെടുക്കുക, ജനം മനസ്സിലാക്കുക. ഇവരൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന യഥാർത്ഥ നേതാക്കന്മാർ? ഇങ്ങനെയുള്ളവരാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ നയിക്കേണ്ടവർ? അതായത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് തറ വേലയും കാണിക്കാൻ മടിയില്ലാത്തവർ. അതാണെന്ന് തെളിയിക്കപ്പെടുന്നത് അൻവറിന്റെ വാചകത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയേണ്ടി വരുന്നത്, നിലമ്പൂരിലൊക്കെ ജയിക്കേണ്ടത് സ്വരാജ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെയുള്ള വാചകങ്ങളോ ഇങ്ങനെയുള്ള ദൃശ്യമോ നിങ്ങൾക്ക് ഒരിക്കലും അയാളെ കുറിച്ച് കാണേണ്ടി വരില്ല. കാര്യം നെറുകെട്ട ഒരു പ്രവർത്തനങ്ങൾക്കും അയാൾ നിന്നു കൊടുക്കാറില്ല, അയാൾ ചെയ്യാറുമില്ല. അതൊക്കെയല്ലേ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി? അങ്ങനെയുള്ളവരല്ലേ ഈ നാടിനെ നയിക്കാൻ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അതാണോ ഇതുപോലെ എന്ത് തോന്നിവാസവും വൃത്തികേടും കാണിച്ച് ജയം മാത്രം മതി എന്ന് വിചാരിക്കുന്നവരാണോ? ചിന്തിക്കുന്നവർക്കേ ദൃഷ്ടാന്തമുള്ളൂ എന്ന്
പറയേണ്ടി വരികയാണ്.